മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് കരുതേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ എല്ലാം നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ഭയത്തോടും ഒരു അല്പം ആശങ്കയോട് കൂടിയൊക്കെ കാണുന്നത് ഈ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നു എന്നുള്ള ആശങ്കയാണ്. അത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ് നമ്മൾ സാധാരണ ഏത് കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ കോളേജിന്റെ കവാടത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണ് ഇറ്റ്സ് എ ഡേർട്ടി ബിസിനസ്. വെരി അഗ്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. പക്ഷെ അതിന്റെ അവസാനം ബിസിനസ് എന്ന് പറയുന്നുണ്ട്. ഏതൊരു ബിസിനസ്, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മളൊക്കെ ബിസിനസ്സുമായിട്ടൊക്കെ അല്പം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ രണ്ട് വശമുണ്ട്. ഒരാള് സപ്ലൈ ചെയ്യാൻ നിൽക്കുന്നു, ഒരാള് ഡിമാൻഡ് ചെയ്യാൻ നിൽക്കുന്നു. ഞാൻ ആദ്യം സപ്ലൈ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ്? തന്റെ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും, ആ വാക്കിനൊക്കെ അർത്ഥമുണ്ട്, എങ്ങനെയെങ്കിലും തന്റെ പ്രോഡക്റ്റ് വിറ്റഴിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ആത്യന്തിക ലക്ഷ്യം എന്താ? മണിയാണ്, അല്ലെ? പണം തന്നെയാണ്. മണിയാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം. മറ്റൊന്നിനെ കുറിച്ച് ചിന്തയില്ല, മറ്റുള്ളവരുടെ നഷ്ടങ്ങളെ കുറിച്ചൊന്നും ചിന്തയില്ലാതെ ലാഭം മാത്രം ചിന്തിക്കുക, മണിയെ കുറിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, നമുക്കും അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ വന്നു തുടങ്ങിയില്ലേ? മണി ഓറിയന്റേഷൻ. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ രാവിലെ ഓടുന്നു, വൈകുന്നേരം വീടണയുന്നു, പിറ്റേന്ന് ഓടുന്നു, വീടണയുന്നു. നമ്മുടെ ഒരു കോൺസെൻട്രേഷനിലും ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് മണി വന്നു തുടങ്ങിയോ? ഉണ്ടോ? നമ്മളും തെറ്റായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മുടെയും ഫോക്കസ് ആ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയും പ്രധാന ലക്ഷ്യം, ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ പണം സമ്പാദിക്കുക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളും ആ രൂപത്തിൽ, അതായത് കുറെ പേരൊക്കെ അത് മാത്രം ജീവിത ലക്ഷ്യമെന്ന് ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പണം മാത്രം ജീവിത ലക്ഷ്യമായി ചിന്തിക്കുന്നതിന്റെ അനന്തര ഫലമായിട്ടുള്ള നെഗറ്റീവ് വാർത്തകളാണ് മാത്രമാണ് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മണി എന്നുള്ള രൂപത്തിലാണ്. നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ മണി വേണ്ടെന്നല്ല, അതോടൊപ്പം തന്നെ അതിനുപരിയായിട്ട് നമ്മൾ എന്തിനെല്ലാം ഫോക്കസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇനി മറ്റു വശം, ആ പറഞ്ഞ സപ്ലൈ സൈഡ് അവിടെയുണ്ട്, ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഡിമാൻഡ് സൈഡ്. ഒരു ബിസിനസ്, ഒരു ഡേറ്റി ബിസിനസ്സിൽ തന്നെ ഒരു ഡിമാൻഡ് സൈഡ് ഉണ്ട്. ഈ ഡിമാൻഡ് ചെയ്ത് പോകുന്നത് ആരാണ്? നമ്മുടെ മക്കളല്ലേ? അവരുടെ ഉദ്ദേശം എന്താ? ഡിമാൻഡ് ചെയ്യുന്ന മക്കളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ എന്തെങ്കിലും പറയണം. കാരണം ഞാൻ വെറുതെ എനിക്ക് ചോദിക്കുന്നതിന് അർത്ഥമില്ല, നിങ്ങൾ എന്തെങ്കിലും മറുപടി പറയാൻ കേട്ടോ. എന്താ ഉദ്ദേശം? സന്തോഷം. വളരെ പ്രധാനപ്പെട്ടാണ് സന്തോഷം. ഈ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കാർക്കും സന്തോഷം വേണ്ട? എനിക്ക് വേണം സന്തോഷം. നിങ്ങൾക്കാരും വേണ്ടാത്തവരാണോ? ഓരോരുത്തർക്ക് ഓരോന്നാണ് സന്തോഷം. ശരിയാണ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന കുഞ്ഞു മുതൽ അവസാന ശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിക്ക് വരെ സന്തോഷം വേണം. അങ്ങനെയാണ്. അതിനകത്ത് വ്യത്യാസമില്ല. സന്തോഷം എന്നുള്ള നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന സന്തോഷമാണ്. ആ ഹാപ്പിനെസ് തന്നെയാണ് ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ്. പക്ഷെ ഈ സന്തോഷത്തിന് വലിയൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. സന്തോഷം നമുക്ക് അനുഭവിക്കാനുള്ളതിനാണ്. എല്ലാവരും സന്തോഷത്തിന് പുറകെ പോകേണ്ടവരാണ്. പക്ഷെ നമ്മൾ സന്തോഷം അനുഭവിക്കാൻ, സന്തോഷത്തിന് പുറകെ പോകുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായ രണ്ട് കണ്ടീഷൻ പാലിക്കാൻ. എന്താണെന്നറിയോ? നമ്മൾ അത് ഒരു കാര്യം അതുകൊണ്ട് ബോധമില്ലാതിരിക്കാമോ? അതല്ല ഞാൻ പറയുന്നത്. അടിസ്ഥാന നിയമങ്ങളാണ്. അടിസ്ഥാനപരമായി നമ്മൾ സന്തോഷത്തിന്റെ പുറകെ പോകുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ പാലിക്കേണ്ട നമ്പർ 1 എന്ന് പറയുന്നത്, അത് നാം അനുഭവിക്കുന്ന സന്തോഷം നിയമത്തിന്റെ സപ്പോർട്ടുള്ളതായിരിക്കണം. അത് ലീഗലായിരിക്കണം. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, നമ്മൾ തന്നെയാണോ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നതെന്നൊരു ഒരു ചെറിയ സംഭവം പറയാം. നമ്മുടെ വീട്ടിലെ 16-കാരൻ 17-കാരൻ 15-കാരൻ നമ്മുടെ വീട്ടിലുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 15-കാരിയോ 16-കാരിയോ 17-കാരിയോ ഉണ്ടാവാം. അവർക്ക് എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവോ? ആവോ? ഇല്ല. 18 വയസ്സ് കഴിയണം. അവരെന്തായാലും നമ്മുടെ വാഹനമുണ്ടെങ്കിൽ അവർ ബൈക്കോ സ്കൂട്ടറോ കാറൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ വീട്ടുമുറ്റത്തൊക്കെ അവർ ഓടിക്കുന്നുണ്ടാവും. ഇല്ലേ? അവരൊക്കെ ഓടിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. നമുക്കൊരു ബോധ്യം ഉണ്ടാവും ഡ്രൈവിംഗ് ഒക്കെ അറിയാമെന്ന്.
നമ്മൾ അതിരാവിലെ സമയങ്ങളിലൊക്കെ ചിലപ്പോ പെട്ടെന്ന് ടൗണിൽ പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് രാവിലെ കുർബാനയ്ക്ക് പള്ളിയിൽ കൊണ്ട് വിടാനൊക്കെ അവരെ കൂട്ടും, ഇല്ലേ? നമ്മുടെ മക്കളെ കൂട്ടില്ലേ? ആ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്താ അവരോട് പറയുന്നത്? വേഗം കൊണ്ടുവിട്ടിട്ട് വരാനെന്നല്ല പറയുന്നത്. ഏറ്റവും മർമ്മപ്രധാനമായി പറഞ്ഞെന്താണെന്നറിയോ? ആരും കാണാതെ അവർക്കറിയാം എന്താണ് നിയമമല്ല നമ്മൾ ചെയ്യുന്നതെന്ന് കുട്ടിക്കും അറിയാം. പക്ഷെ എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയോ? എന്താ പറഞ്ഞു കൊടുക്കുന്നത്? പോലീസും RTO ഒന്നും റോട്ടിൽ ഇല്ലാതിരുന്നാൽ നന്നായി, പിടിക്കപ്പെടാതിരുന്നാൽ നന്നായി എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മൾ ബാലപാഠമാണ് കൊടുക്കുന്നത്, ഏറ്റവും വലിയ ബാലപാഠം. എന്താ കുട്ടി മനസ്സിലാക്കി വെക്കുന്നത്? നിയമം പാലിക്കാനുള്ളതല്ല, നിയമം ലംഘിക്കാം, പിടിക്കപ്പെടാതെ നോക്കിയാൽ വന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അവരെ പോലെ തെറ്റ് ചെയ്തവർ നമ്മളില്ലേ? ഇഷ്ടം പോലെ. അതേ തെറ്റ് ചെയ്ത എത്രയോ പകൽമാന്യന്മാർ നമ്മുടെ പുറം ലോകത്തുണ്ട്. പക്ഷെ അവർക്ക് എന്താ കുഴപ്പം? പിടിക്കപ്പെട്ടു പോകും. അപ്പോ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ബാലപാഠം എന്താണ്? പിടിക്കപ്പെടാതെ നോക്കുക. അപ്പൊ നിയമലംഘനം തെറ്റല്ല, നിയമം ലംഘിക്കുന്നതും തെറ്റല്ല, നിയമത്തിന്റെ വഴിയെ പോകണമെന്നില്ല എന്നുള്ള വലിയൊരു പാഠമാണ് കൊടുക്കുന്നത്. അത് ശരിയാണോ? ഞാൻ പറയുന്നത് നമ്മുടെ ചെറുപ്പം മുതൽ ഈ പറഞ്ഞ് ഞാൻ ഒരൊറ്റ സിംഗിൾ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പം മുതൽ നമ്മള് ഈ ബാലപാഠം തെറ്റിച്ചുകൊണ്ട് മറ്റു ചില പാഠങ്ങളാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്, അല്ലേ? ആണോ? സംശയം ഉണ്ടോ? ഈ പറഞ്ഞതിനകത്ത് സംശയം ഉണ്ടോ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. സന്തോഷം അനുഭവിക്കാനുള്ളതാണ്, പക്ഷെ നിയമം അനുവദിക്കുന്ന സന്തോഷമായിരിക്കണം. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സന്തോഷം. നമ്മൾ സന്തോഷത്തിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യം നിലനിർത്തുന്നതായിരിക്കണം. നമ്പർ 1 ബോധം ഇതിനെ കുറിച്ച് പറഞ്ഞു. ആരോഗ്യം നിലനിർത്തുന്നതായിരിക്കണം നാം ഏത് സന്തോഷത്തിന്റെ പുറകെ പോയാൽ. നമ്മളിപ്പോ പോകുന്ന പല സന്തോഷങ്ങളും ആരോഗ്യം സംരക്ഷിക്കുന്നതാണോ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? നമ്മുടെ ഫുഡ് തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ? ഇത് അറിയാഞ്ഞിട്ടാണോ നിങ്ങൾക്ക്? ഈ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? ഫുഡ് നമ്മുടെ ഇന്ന് കഴിക്കുന്ന ഫുഡ് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതല്ല. ഇന്ന് ഞാൻ പറയുന്നു, നമ്മുടെ മലയാളിയുടെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യ കാര്യത്തിൽ നമ്മുടെ പുറമെ വലിയൊരു ഷോ ആയിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. നമുക്ക് നല്ല മിടുക്കരായ ഡോക്ടർമാരുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ട്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളെക്കാളും ചില രോഗങ്ങളുടെ കാര്യത്തിൽ ലോക നിലവാരത്തിലാണ് ഈ രോഗങ്ങൾ കടന്നു വരുന്നത് മലയാളികളുടെ ഇടയിൽ. ആ രോഗത്തിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ചില രോഗങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, ചില രോഗങ്ങൾ ലോകത്തിൽ ആ പേരിലുണ്ടാവുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് അതിവേഗം വർദ്ധിച്ചു വരുന്നത്. അതിന് നമ്പർ 1 കാരണമായിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം ആശുപത്രിയിലെ ഡോക്ടർ VP ഗംഗാധർ സാറിന്റെ വാക്കുകളുടെ ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന 3 കാരണമായി പറഞ്ഞത്. അതിൽ നമ്പർ 1 കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഫുഡ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതിന് പലതും നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്ന് ബോധ്യമുണ്ടായിട്ടും അറിയാനിട്ടൊന്നുമല്ല നമ്മളത് അറിഞ്ഞിട്ടും ചില സന്തോഷങ്ങൾ കാണുമ്പോൾ, ചില സന്തോഷങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ആരോഗ്യബോധം നമ്മൾ മറന്നു പോവുകയാണ്. അതൊന്ന് ഫുഡ്. നമ്പർ 2 എന്താണെന്നറിയോ? നമ്പർ 2 ഫുഡാണ് നമ്മുടെ ആരോഗ്യം കളയുന്ന ഒരു സംഭവമെങ്കിൽ നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ വ്യായാമമില്ലാത്ത ജീവിത രീതിയാണ്. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എത്ര പേര് വേണ്ടിയിട്ട്, എനിക്ക് എന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വ്യായാമം ചെയ്യുന്നവർക്ക് കൈവയ്ക്കാമോ? എന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ വ്യായാമം ചെയ്യുന്നു എന്നുള്ളവര് നല്ലത്, വളരെ നല്ലത്. ബാക്കി എല്ലാവരും ചെയ്തേ പറ്റുമോ? ഈ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ആ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു ആഴ്ചയിൽ ശ്രദ്ധിക്കുക, ഒരാഴ്ചയിൽ മിനിമം 2.5 മണിക്കൂർ വേർത്ത് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ആ ആളെ മടിയെന്ന കൂട്ട്. മിനിമം 2.5 മണിക്കൂറാണ് അവർ ഏറ്റവും കുറച്ചാണ് സ്റ്റാൻഡേർഡ് ഇട്ടിരിക്കുന്നത്. 2.5 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ വേർക്ക ജോലി ചെയ്യുന്നതിനെയാണ് വ്യായാമം, എക്സർസൈസ് ആയിട്ട് കൂട്ടുന്നത്. അത് ചെയ്യാത്തവരാണ് നമ്മുടെ നാട്ടിലെ 57% വനിതകളും 42% പുരുഷന്മാരും. അതായത് ആവറേജ് പറഞ്ഞാൽ 50% അൺഫിറ്റ് ആയിരുന്നു. അപ്പോ അതിന്റെയൊക്കെ ഒരു തുടർ ആയിട്ടാണ് നമ്മുടെ വിവിധങ്ങളായ രോഗങ്ങൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, രോഗങ്ങളുടെ വർധന. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ആരോഗ്യം നഷ്ടപ്പെടുന്ന നമ്പർ 1 ഫുഡ് ആണെങ്കിൽ നമ്പർ 2 നമ്മുടെ വ്യായാമമില്ലാത്ത ജീവിത രീതി. നമ്മൾ നിർബന്ധമായിട്ടും, നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കൾക്കും നമ്മൾ ഈ ബോധം പഠിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. വ്യായാമത്തെ കുറിച്ചൊക്കെ മക്കൾ എത്രമാത്രം കളിച്ചു വന്നാലും നമ്മളാരും
ആശങ്കപ്പെടേണ്ടതില്ല. മക്കൾ കളിക്കണം, അവരുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രയോജനം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം തന്നെയാണ് ആരോഗ്യം. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ക്ലാസ്സിന് വെച്ച ടോപ്പിക് തന്നെയാണ് ആ പദാർത്ഥങ്ങളോടുള്ള നമ്മുടെ ആസക്തിയും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഇത് ഈ പറഞ്ഞത് നമ്മുടെ മലയാളിയുടെ ആരോഗ്യം യഥാർത്ഥ വഴിക്കല്ല എന്നുള്ളതിന് ഒരു തെളിവ് പറയാം. നമ്മളിപ്പോ പല സിസ്റ്റം മെഡിസിനും ഉപയോഗിക്കുന്നുണ്ട്. അലോപ്പതി ഉണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്, പല സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും കോമൺ ആയിട്ട് പറയുമ്പോൾ അലോപ്പതി സിസ്റ്റം ആണെങ്കിൽ അതിന്റെ കാര്യം മാത്രം നോക്കുക. നമ്മുടെ കേരളീയര് മലയാളികള് ഇന്ത്യ രാജ്യത്ത് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാം? ഏകദേശം എത്ര ശതമാനം നമ്മളുണ്ടാവും? ഞാൻ തന്നെ പറയാൻ മതിയോ? സമയക്കുറവുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഏകദേശം 3% താഴെയുള്ള നമ്മൾ മലയാളികൾ. എന്ന് വെച്ചാൽ കണക്കിൽ പറയുകയാണെങ്കിൽ 100 പേരാണ് ഇന്ത്യക്കാരെങ്കിൽ അതിൽ 3 പേരെ 3 താഴെ 2 അല്ല 3 പേരാണ് മലയാളികൾ. അപ്പൊ നമ്മൾ ചോദിക്കുക, ഒരു 100 മിഠായി ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും തുല്യമായി വിഭജിച്ചു കൊടുത്താൽ മലയാളികൾക്ക് എത്ര മിഠായി കിട്ടും? എത്ര കിട്ടണം? 3 അല്ലേ? അങ്ങനെയാണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മള് അലോപ്പതി മരുന്നിന്റെ കാര്യത്തില് ഈ ഇതൊക്കെ തെറ്റിച്ചോണ്ടിരിക്കുക. ഏകദേശം 10 മുതൽ 20% വരെ, അല്ലെങ്കിൽ 10 മുതൽ 20 അലോപ്പതി മിഠായി മലയാളികൾ ഉപയോഗിക്കും. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിറ്റഴിക്കുന്ന അലോപ്പതി മരുന്നിന്റെ ഇത്രയും ശതമാനം, വെറും 3% താഴെയാണ് നമ്മളെങ്കിൽ പോലും ഇത്രയും ശതമാനം, അതായത് 10 മുതൽ 20%, അത് അത്രയും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഉയരാറുണ്ട്. ആ അത്രയും അലോപ്പതി ഉത്പാദിപ്പിക്കപ്പെടുന്ന അലോപ്പതി മരുന്ന് കേരളത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരോഗ്യം ഈ പറഞ്ഞ രൂപത്തിൽ അത്ര ശുഭകരമായ ഒരു അവസ്ഥയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് പറയാനാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ മക്കളുടെ ഒക്കെ ആഗ്രഹം സന്തോഷമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സന്തോഷത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ഒരു അമേരിക്കയിൽ നടന്ന ഒരു സർവേയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് മനഃശാസ്ത്രത്തില് ലോകത്തിലെ തന്നെ അവസാന വാക്കാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, APA എന്ന് പറയും. അവർ ലോകം മുഴുവൻ ഒരു സർവേ നടത്തി. ലോകം മുഴുവൻ നമ്മുടെ രാജ്യത്ത് അടക്കം സർവേ നടത്തി, സാമ്പിളായിട്ട് സർവേ നടത്തി. അവർ ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, സിംഗിൾ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിക്കുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ഏറ്റവും വില കൽപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളൊന്ന് പറയാമോ, നിങ്ങൾ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിക്കുന്നത്? നിങ്ങൾ ആരും പറഞ്ഞ് ഞാൻ ഇൻഫോട്ടോട് ചോദിക്കേ, എന്താ നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ വില കൽപ്പിക്കുന്നത്? ആരോഗ്യം. ആരോഗ്യം ആരോഗ്യം പൈസ ആയാലും ആ ലോകം മുഴുവൻ നടത്തിയ APA നടത്തിയ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, ആ സംഘടന എന്ന് പറയുന്നത് ഇന്ന് അവസാന വാക്കാണ് ഈ മനഃശാസ്ത്രത്തില്. ആ സംഘടന നടത്തിയ സർവേയുടെ ഒന്നാം സർവേയുടെ റിസൾട്ട് ഇപ്രകാരമായിരുന്നു: പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ള ഒരു ഏക മറുപടി കിട്ടിയത്. പീസ് ആൻഡ്, സമാധാനവും സന്തോഷവും. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഇവിടെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഇവിടേക്കല്ലേ? സമാധാനവും സന്തോഷവും തന്നെയല്ലേ നമ്മുടെ ഇതായിരുന്നു ഏക ഉദ്ദേശം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ APA തന്നെ വീണ്ടും സർവേ നടത്തി. രണ്ടാമതൊരു സർവേ, ലോകം മുഴുവൻ ഇതേ രൂപത്തിൽ സാമ്പിൾ എടുത്തുകൊണ്ട് ഒരു സർവേ നടത്തി. ആ ചോദ്യത്തിൽ, ആ സർവേയിൽ അവർ ചോദിച്ച ഒറ്റ ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നത് എന്താണ്? രണ്ടാമത്തെ ചോദ്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നത് എന്താണെന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതേപോലെ സർവേ വന്നു, മറുപടി വന്നു. ആ മറുപടി എല്ലാം ക്രോഡീകരിച്ചപ്പോ അവർക്ക് കിട്ടിയ ആൻസർ ഇങ്ങനെയായിരുന്നു: ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നതിൽ പല ഘടകങ്ങളുണ്ട്. 10% സന്തോഷം ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്നത് പണത്തിനാണ്. അപ്പോ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന, സമ്പാദിക്കാൻ വേണ്ടി എന്താ പറയാ, നമ്മുടെ എല്ലാ സമയവും നമ്മൾ ഫോക്കസ് ചെയ്ത് മണിയുടെ പുറകെ പോകുന്ന ആ മണി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷം കിട്ടും? 10%. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നമുക്ക് തന്നെ, നമ്മുടെ സഭയ്ക്ക് തന്നെ
സഭയ്ക്ക് മാത്രമല്ല നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്ത്യ രാജ്യത്തിന് തന്നെ നഷ്ടമായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു മാർച്ച് 2-ന്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നമ്മുടെ സഭയുടെ വലിയൊരു മുത്താണ് നഷ്ടപ്പെട്ടത്. സഭയ്ക്ക് നാട് കേരളത്തിന് സഭാവ്യത്യാസമില്ലാത്ത പൊതുസമൂഹത്തിന് നഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അറിഞ്ഞിരുന്നോ? അറിയോ? മാർച്ച് 2-ന് എന്താ സംഭവം അറിയോ? പറയുന്നുണ്ടോ? ആ ശരിയാ, ആരോ പറഞ്ഞത്? യെസ്, തിരുവനന്തപുരം നമ്മുടെ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജോർജ് പി എബ്രഹാം സാറ് ജീവൻ നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2500-അധികം റീനൽ ട്രാൻസ്പ്ലാന്റ് ആ സർജറി ചെയ്ത ഡോക്ടറാണ്. ആ രംഗത്ത് അധികാരി എന്ന് വിളിക്കാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഏകദേശം ഈ രംഗത്ത് തന്നെ 50 വർഷത്തെ പ്രവർത്തന പരിചയം, ഏകദേശം ഒരു മാസത്തെ ശമ്പളം 50 ലക്ഷത്തിനടുത്ത്. അങ്ങനെയുള്ള വ്യക്തിക്ക് കുറഞ്ഞ കാലം ഒരു ബാക്ക് സർജറിയുടെ ഭാഗമായിട്ട് തന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം ആ ചെയ്തതിനെയല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് മണിയൊന്നും, അതായത് അത്രമാത്രം ശമ്പളം, ഈ 50 ലക്ഷത്തിലധികം ശമ്പളം മാസം കൈപ്പറ്റുന്ന വ്യക്തിക്കും ഈ പറഞ്ഞ പണത്തിന് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യാൻ ഈ 50 ലക്ഷത്തിനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നമുക്ക് വലിയൊരു നഷ്ടമാണ് സമ്മാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് 10% സന്തോഷം മാത്രമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരാൾക്ക് ഈ പണം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞില്ല. ഇനി അടുത്തൊരു 40% സന്തോഷം മറ്റൊന്നുമല്ല. കേൾക്കുന്നത് ഓർക്കമെന്ന് പറയുകയുണ്ട്. ഓർക്കമെന്നെ പറഞ്ഞു, അതിന്റെ വിഷയം മാറ്റി പറയണം. 40% സന്തോഷം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 40% സന്തോഷം എന്ന് പറയുന്നത് സ്വന്തം ജോലിയോട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ജോലി, പരപ്രേരണയില്ലാതെ സമ്മർദ്ദമില്ലാതെ ചെയ്യുന്ന ജോലിയാണ് 40%. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്കൊക്കെ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹമായിരിക്കുന്നത് മറിച്ച് മക്കളുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയിരിക്കണം നമ്മൾ അതിന് തിരഞ്ഞെടുക്കേണ്ടത്. അവർക്ക് അതായത് വലിയൊരു ശമ്പളം എന്നുള്ള ആ ഫോക്കസിന്റെ അപ്പുറത്ത് ആ മക്കളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ചുള്ള അവർ ഇഷ്ടത്തോടുകൂടി ആയുസ് മുഴുവൻ ജോലി ചെയ്യാനുള്ളതാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ നമ്മൾ നിർബന്ധിച്ചേ പറ്റുള്ളൂ. ആ രൂപത്തിൽ അതിനുള്ള വിവാദം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതായത് ഇപ്പൊ തന്നെ നമുക്ക് ജോലി കിട്ടിയവരാണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ജോലി കിട്ടിയ നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് കിട്ടിയത് എന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളതൊന്നും അല്ല എന്നുള്ള രൂപത്തിൽ മുമ്പോട്ട് പോയി ഏതെല്ലാം ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടാകാം. എനിക്ക് കിട്ടിയതൊന്നും എന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള അല്ല എന്നുള്ള ചിന്താഗതിയോടുകൂടി ആ ഒരു നെഗറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ജോലി ചെയ്താൽ അത് നമുക്ക് നമ്മുടെ വർക്കിനകത്ത് യാതൊരു സന്തോഷവും തരില്ല. നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ 40% സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സന്തോഷത്തോടുകൂടി ചെയ്യാം. ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ എന്റെ അടുത്ത സുഹൃത്ത് വെച്ചാൽ സുഹൃത്തുമാണ്, എന്റെ ഒരു സബോർഡിനേറ്റ് സ്റ്റാഫുമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആവശ്യമായിട്ട് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ അവിടെ ഉണ്ട്. ഞാൻ ചെന്നപാടന്റെ സിറ്റ് ഔട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന സമയത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മകൾ മുമ്പിൽ വന്നിങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മകളോട് പറഞ്ഞു, അച്ഛന്റെ മൊബൈൽ പോയി മുകളിലത്തെ നിലയിൽ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു ഈ എന്റെ സ്റ്റാഫ്. അപ്പോ ആ കുഞ്ഞ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉടൻ തന്നെ പറഞ്ഞ മറുപടി, അച്ഛാ അത് 18 സ്റ്റെപ്പ് കയറാനുണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. 18 സ്റ്റെപ്പ് എനിക്ക് കയറണം, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. ഇദ്ദേഹത്തിനും അതൊരു വിഷമമായി തോന്നി. കാരണം എന്റെ മുമ്പിൽ വെച്ച മകളാണെന്ന് പറഞ്ഞതിൽ അദ്ദേഹത്തിന് വിഷമമായി തോന്നി. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ തന്നെ എന്റെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പൊ ഞങ്ങൾ ഒരു കുറഞ്ഞ പേരെ ആളുകൾ മാത്രം വിളിച്ചുകൊണ്ടൊരു ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയത്. ആ സമയത്ത് ചടങ്ങ് സമയത്ത് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോയത്. ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ ചെറിയ മകളെ കൂട്ടിയിട്ടാണ്. അപ്പൊ വലിയ താമസമൊന്നും കൂടാതെ ഈ 2 മക്കൾ തമ്മിൽ ഭയങ്കര കൂട്ടുകാരായി. കുറഞ്ഞ വർത്തമാനമുണ്ട്. പക്ഷെ ഞങ്ങൾ അകത്തിന് ചായ കുടിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ കണ്ട കാഴ്ച വെച്ചാല് ഈ 18 സ്റ്റെപ്പ് മൊബൈൽ എടുക്കാൻ മടിച്ച കൊച്ച് 18 അല്ല 20 പ്രാവശ്യം ചാടി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു.
അപ്പം ഈ സാറ് എന്റെ സാറ് അവർ വലിയ താമസിയാതെ പോയതിനു ശേഷം ഈ കുഞ്ഞിനോട് എന്നെ കേൾക്കെ ചോദിച്ചു, നീ എന്നെ മോശമാക്കി, എന്റെ സാറ് കേൾക്കെ ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടില്ല, നിനക്കത് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഈ കുഞ്ഞെന്താ പറഞ്ഞെന്നറിയോ? അച്ഛൻ പറഞ്ഞത് എന്നോട് ഒരു പണി ചെയ്യാനാണ്, അതേസമയം മറ്റേതെന്താണ്, ഞാനും അവൾ കൂടി കളിക്കുകയായിരുന്നു. ഒരേ കാര്യം തന്നെ രണ്ട് മനോഭാവത്തിലാണ് ആ കൊച്ചെടുത്തത്. ഒന്ന് പണിയായിട്ടും മറ്റൊന്ന് സമ്മർദ്ദത്തിൽ പ്രേരിപ്പിച്ച് ചെയ്യുന്ന ഒരു ജോലിയായിട്ടും ഒരേ കാര്യം. അതാണ് എനിക്ക് പറയാനുള്ളത്. 40% സന്തോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തരുന്നത് പരപ്രേരണയില്ലാതെ, സമ്മർദ്ദമില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നു. അപ്പൊ അത് നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യത്തിൽ നമ്മളത് പാലിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് 40% സന്തോഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇഷ്ടമുള്ള ആളുകളോട് ചേർന്നിരിക്കുക. ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിലൊക്കെയാണ് 40% സന്തോഷം നമുക്ക് കിട്ടുക. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ചേർന്നിരിക്കുകയും അവരോട് ആശയവിനിമയം നടത്തുന്നതിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടായില്ലയോ? ഉണ്ട്. 100% ഇനി ഞാൻ ഉദാഹരണം പറയാനാണ് ഇഷ്ടംപോലെ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നമ്മുടെ മെയിൻ ഫോക്കസിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല. 40% സന്തോഷം ഈ പറഞ്ഞ ഇഷ്ടമുള്ളവരോട് കൂടെ ചേർന്ന് സംസാരിച്ച് ആശയവിനിമയം നടത്തുന്നതിലൊക്കെയാണ് ആ 40% സന്തോഷം എന്ന് പറയുന്നത്. പിന്നീടുള്ള 10% സന്തോഷം എന്ന് പറയുന്നത് ആ സർവേയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്നത് ആ ഓരോ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഈ 10% സന്തോഷം മാറാം. ഓരോ വ്യക്തിക്കനുസരിച്ച് മാറാം. ഏതായാലും കോമൺ ആയിട്ട് പറഞ്ഞു, 10% പണം കൊണ്ട് 10% സന്തോഷം, 40% പരപ്രേരണയില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ജോലി, 40% ഏറ്റവും വേണ്ടപ്പെട്ടവരോടുകൂടി. അതിനകത്ത് എനിക്കൊരു സംഭവം പറയാം. എനിക്ക് അനുഭവപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാം. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ വേണം ആ വിഷയത്തിൽ നിന്ന് വിടാം. ഒരു ഇഷ്ടപ്പെട്ടവരോട് കൂടി ചേർന്നിരിക്കുക എന്നുള്ളത് ഒരു സംഭവം പറയാം. എന്റെ ഒരു സ്റ്റാഫിന്റെ കല്യാണത്തിന് ഞാൻ പോയതാണ്. സ്റ്റാഫിന്റെ അവരുടെ വീട്ടിലെ കല്യാണം, അവരുടെ സിസ്റ്ററിന്റെ കല്യാണത്തിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ചെന്നു. കല്യാണത്തിന് നിൽക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇല്ല. അവിടെ ചെന്നു എന്നൊന്നും സന്തോഷം വരുത്തിയതിനു ശേഷം ഞാൻ പോരാൻ വേണ്ടി ചെന്നപ്പോ ഇദ്ദേഹം എന്നെ സമ്മർദ്ദത്തിൽ പെടുത്തിക്കൊണ്ട് ഭക്ഷണം കഴിച്ചേ പോകാൻ പറ്റുന്നു. എന്നിട്ട് ആ ഹാളിൽ നിന്നും ഭക്ഷണം കൊടുക്കുന്ന ഹാളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് ഹാള് മുഴുവൻ ഒരു സീറ്റ് പോലും ബ്ലാക്ക് ഇല്ലാത്ത രൂപത്തില് ആളുകൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇരുന്നിടത്ത് ഇലയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഭയങ്കര മനപ്രയാസത്തിനായി എന്നെ കൂട്ടിക്കൊണ്ടുപോയല്ലോ എന്നുള്ള വലിയ പ്രയാസം. അപ്പൊ അവിടെ ഇരിക്കാൻ ഒരു സീറ്റ് പോലും ഇല്ല. എന്തായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യാം? എന്താ ചെയ്യാം? പോയിക്കോളാൻ പറയും, എന്നോട് പോയിക്കോളാൻ പറയും അല്ലേ? നമ്മൾ വേണ്ട പറയും. ഞാൻ പക്ഷെ തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഓടിപ്പോരാൻ. അപ്പൊ എന്നെ ബലം പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയ ആളാണ് അവിടേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം ചെയ്തെന്താണെന്നറിയോ? അദ്ദേഹം ഇങ്ങനെ കുറെ ആളുകളൊക്കെ നോക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അനുജനെയോ ജ്യേഷ്ഠനെയോ ബന്ധുക്കളെയൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മസുഹൃത്തുക്കളായ ഒരാളുടെ എടുത്ത് പോയിട്ട് ചെവിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത് എനിക്കറിയൂടാ. എന്തായാലും മുമ്പിൽ ഒരു ഇല കിടക്കുന്നുണ്ട്, ഭക്ഷണം കിടക്കിയിട്ടില്ല. അദ്ദേഹം അവിടുന്ന് എണീറ്റ് മാറി എന്നെ അവിടെ പിടിച്ചിരുത്തി. പക്ഷെ അത് എനിക്കൊരു ഭാരവും വിഷമവുമായി തോന്നിയെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിൽ ഞാൻ അവിടെ പോയിരിക്കേണ്ടി വന്നു. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? ഇപ്പൊ ആ ഇരുന്നവരിൽ ഇദ്ദേഹത്തിന്റെ അച്ഛനോ ജ്യേഷ്ഠനോ കുടുംബക്കാരോ ഒക്കെയാണ് എണീപ്പിച്ചു വിട്ടെങ്കിൽ അവിടെ എന്താ ഒരു വിഷയം ഉണ്ടാവുമായിരുന്നു? അപമാനിച്ചു എന്നുള്ള വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വ്യക്തി അവിടെ എണീറ്റ് പോയത് അഭിമാനത്തോടു കൂടിയാണ്. അതായത് ഇത്രയും പേരിരിക്കുന്ന ആളില് എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള അഭിമാന ബോധത്തോടുകൂടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 40% സന്തോഷം മനസ്സുകൊണ്ട് ചേർച്ചയുള്ളവരോടും കൂടെ ചേർന്നിരുന്ന് ആശയവിനിമയം, ആശയ സംവാദങ്ങളൊക്കെ നടത്തുന്നതിലാണ് എന്നുള്ളൊരു കാര്യം കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. വിഷയത്തിൽ കിടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ചില ബോധ്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ഈ മക്കളെടുത്താണ് നമ്മുടെ ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്യുന്നത്. എന്താ നമ്മളിത് ടാർഗറ്റ് ചെയ്യാത്തത്? ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ മക്കളെ പോലും ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ചെല്ലില്ല ലഹരി മാഫിയ. എന്തുകൊണ്ടാണ് നമ്മളെ ടാർഗറ്റ് ചെയ്യാതെ നമ്മുടെ മക്കളെ ടാർഗറ്റ് ചെയ്യുന്നത്? യെസ്, വലിയ പോയിന്റ് ഉറക്കെ പറഞ്ഞു കേൾക്കണം. വേറെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു കേട്ടോ.
ഇത് കുറച്ച് നീങ്ങി വരും മനസ്സിലായില്ല അല്ലെ? അത്ര ഉള്ളെന്ന് തോന്നുന്നു അല്ലെ? വേറെ അഭിപ്രായം ഉണ്ടോ ഇവിടുത്തെ സാറന്മാർ? ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അതായത് ഈ ലഹരി മാഫിയ നമ്മുടെ മക്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? എന്താണ് എന്റെ ചോദ്യം? ഇൻസ്പെക്ടർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവരെ എളുപ്പത്തിൽ ആ അവരെ വീഴ്ത്താൻ പറ്റും, എളുപ്പം പെട്ടെന്ന് വീഴ്ത്താൻ പറ്റും. തന്നെയല്ല, അതിൽ കൂടെ മറ്റുള്ളവരെയും കൂടെ ആകർഷിക്കാൻ കഴിയും, മറ്റുള്ള കുട്ടികളെയും കൂടെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് ആൻസർ ഇങ്ങനെയാ പറഞ്ഞത്, പെട്ടെന്ന് വീഴ്ത്താൻ പറ്റും. അതായത് ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ കുറെ പേര് അതിനകത്തേക്ക് ഇപ്പൊ നമ്മുടെ എന്താ പറയുക, കുറുമ്പിനെ വീഴ്ത്താൻ വേണ്ടി നമ്മൾ ചെമ്പ് വെക്കുന്നില്ലേ, അതുപോലെയാണ്. ഒന്ന് വിട്ടു കഴിഞ്ഞാൽ ഒത്തിരി പേര് വിട്ടുപോകുന്ന അവസ്ഥ തന്നെ. ഏകദേശം രണ്ടും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ആൻസർ ആണ്. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മക്കളൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ വീട്ടിലുണ്ടാവും. വയസ്സ് 11, 12, 13, 14, 15, 16 ഈ പ്രായത്തിനുള്ളിലൊക്കെ 12 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓരോ വ്യക്തിക്ക് അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവരൊക്കെ ഫിസിക്കലി മെച്ചൂർ ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടാവും. ഫിസിക്കലി അവർ മെച്ചൂർ ആവുന്നുണ്ട്, അവർ ശരീരം കൊണ്ട് പൂർണ്ണതയിൽ എത്തുന്നുണ്ട്. പക്ഷേ ഈ മക്കളാരും മനസ്സുകൊണ്ട്, മെന്റലി, ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് കൊണ്ട് പൂർണ്ണതയിൽ എത്തുന്നില്ല. വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ബ്രെയിൻ്റെ ഡെവലപ്മെന്റ്. ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരി തെറ്റുകൾ, റൈറ്റ് ഓർ റോങ്, ഏത് സെലക്ട് ചെയ്യണമെന്ന് അതിനുള്ള റൈറ്റ് ഓർ റോങ് തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്ന ശരി ബ്രെയിനിന്റെ ഭാഗത്തിന് ഒരു പേര് കൂടി ഉണ്ട്, പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എളുപ്പത്തിൽ പറയാന് നമ്മൾ മുൻ നെറ്റി എന്ന് തന്നെ പറഞ്ഞാൽ മതി. ആ ഭാഗം വളർന്ന് വികസിക്കുമ്പോഴാണ് കുട്ടിക്ക് റൈറ്റ് ഓർ റോങ്, ശരി ഏത് തെറ്റേത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള യഥാർത്ഥ കപ്പാസിറ്റി കിട്ടുന്നത്. ഈ സാധനം എപ്പോഴും വളർന്ന് വികസിക്കുന്നതെന്ന് അറിയോ? 18 മുതൽ 25 വയസ്സ് വരെ എത്താമെന്ന് പറയുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് വളർന്ന് വികസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നു, നമ്മുടെ ഈ 15-കാരനും 16-കാരനും ഒക്കെ ശരീരം കൊണ്ട് വളർന്നു, മനസ്സുകൊണ്ട് വളർന്നോ? വളരാത്തതിന്റെ ഒരു കുഴപ്പമാണ് ഇന്ന്. അതായത് ഞാൻ പറയുന്നു, ഇതിപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ഇപ്പൊ മറ്റ് പല പ്രേരണയാലും നമ്മുടെ മക്കളുടെ ശരീരം വളരുകയും മനസ്സ് വളരാത്തതിന്റെയും ദോഷഫലങ്ങൾ നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. അതായത് നമ്മൾ കേൾക്കുന്നുണ്ട്, അമ്മയോടൊപ്പം വയറുവേദനയ്ക്ക് 14-കാരി 15-കാരി ഹോസ്പിറ്റലിൽ പോയി, എന്ത് സംഭവിച്ചു എന്ന വാർത്ത കേൾക്കുന്നത്? പ്രഗ്നന്റ് ആയി എന്നല്ല, പ്രസവിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. എന്താണ്? ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത അവസ്ഥയാണ്. അപ്പം ആ ഒരു വളർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ഈ മാഫിയ അവരുടെ ഉദ്ദേശം തന്നെ ചെറുപ്പത്തിലെ പിടികൂടുക, പെട്ടെന്ന് പിടികൂടുക. അവർക്ക് വളരെ പെട്ടെന്ന് ക്യാൻവാസ് ചെയ്ത് വീഴ്ത്താൻ പറ്റും, തന്റെ പ്രോഡക്റ്റ് വിറ്റഴിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പം ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് ബ്രെയിൻ യഥാർത്ഥ കമാൻഡ്, റൈറ്റ് കമാൻഡ് കൊടുക്കാൻ ആ കുട്ടി പ്രാപ്തനായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സാധനത്തിന് പോകുമല്ലോ. നിങ്ങൾ അതൊന്ന് ആലോചിച്ചു. നിങ്ങളൊക്കെ എല്ലാ പൊതുസമൂഹത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു 25 വയസ്സിന് ശേഷം ആദ്യമായിട്ട്, ശ്രദ്ധിക്കുക, എന്റെ ചോദ്യം ശ്രദ്ധിക്കുക, 25 വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഇന്നത്തെ ഒരു സിന്തറ്റിക് ഡ്രഗ് ഒരു ടേസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും മുതിരുമോ? 25 വയസ്സ് കഴിഞ്ഞ ഒരാൾ ആദ്യമായിട്ട്, ഇന്നേ വരെ ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിക്കാത്ത ഒരാള് ആദ്യമായിട്ട് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാൻ പോവോ? 25 വയസ്സ് കഴിഞ്ഞ ഒരാള്. വളരെ എക്സെപ്ഷണൽ ആയിട്ട് ഉണ്ടായിക്കൂടായില്ല. പക്ഷെ ലോകത്തിന് തന്നെ പഠനം പറയുന്നു 25 വയസ്സ് കഴിഞ്ഞവർക്ക് ഒന്നും അങ്ങനെ പോകത്തില്ല. കാരണം അവരുടെ ബ്രെയിൻ പൂർണ്ണതയിലെത്തി, ബ്രെയിൻ റൈറ്റ് കമാൻഡ് കൊടുക്കും. പക്ഷേ അത് മറ്റു ചില കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ലിക്കറിന്റെ കാര്യത്തിലും വ്യത്യസ്തമാണ്. ലിക്കറിന് പൊതുസമൂഹം ഇന്ന് വലിയൊരു അക്സെപ്റ്റൻസ് കൊടുത്തു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ 25 കഴിഞ്ഞു വരുമ്പോൾ ഉറക്കം വരുന്നുണ്ട് വെച്ചേ, പോയി ആ ചേച്ചി വിളിച്ചു ഉറങ്ങരുത്. 25 വയസ്സ് കഴിഞ്ഞവർക്കും ലിക്കറിന്റെ കാര്യം സംഭവിക്കാം കേട്ടോ. ഈ കാര്യത്തില് പഠനം പറയുന്നത് അങ്ങനെ സംഭവിക്കാന്നാണ്. അതിന് വീട്ടിലെ സമ്മർദ്ദമായാൽ മതി. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാൽ ചിലപ്പോ ചേട്ടന്മാര് ആ സമ്മർദ്ദം അതിജീവിക്കാൻ വേണ്ടി 30-ലും 35-ലൊക്കെ ചിലപ്പോ ആദ്യമായിട്ട് ഇന്നേ വരെ മദ്യപിക്കാത്ത ആൾ ചിലപ്പോ 35-ലൊക്കെ പോയി ചിലപ്പോ മദ്യപിച്ചിരിക്കാം. പക്ഷേ ഈ നിങ്ങളുടെ സമ്മർദ്ദം അതിജീവിക്കാൻ വയ്യാതെ ആരെങ്കിലും പോയി ഒരു ന്യൂജൻ ഒരു സിന്തറ്റിക് ഡ്രഗ് കഴിച്ചു എന്ന് കേട്ടിട്ടില്ല. സാധ്യത
അങ്ങനെ കഴിക്കാൻ പോകില്ല. കാരണം വെച്ചാൽ എന്തുകൊണ്ട് അവർ ആൽക്കഹോളിലേക്ക് പോയി അത് ശരിയാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു അക്സെപ്റ്റൻസോടുകൂടിയാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു കാരണം. അപ്പൊ നമ്മുടെ കുട്ടികൾ ആരും മെന്റലി മെച്ചുവർ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കളെ ഈ മാഫിയ ഇങ്ങനെ വീഴ്ത്തുന്നത്. അപ്പൊ നമ്മൾ കരുതലോടുകൂടി ഇരുന്നേ പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾക്കൊന്നും ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡ്രഗോ എന്ത് കാര്യം ചെയ്താലും അഡിക്ഷൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ പലവട്ടം ആവർത്തിച്ചാലാണ് നമുക്ക് ആ പ്രവൃത്തിയുടെ അഡിക്ഷൻ വരുന്നുള്ളൂ. പക്ഷെ ഈ 20 വയസ്സിൽ താഴെയുള്ള മക്കള് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചാൽ ആദ്യത്തേതോ രണ്ടാമത്തെയോ പ്രവൃത്തി തന്നെ ആ കുട്ടീനെ അതിലേക്ക് ഒരു അഡിക്ഷൻ എത്തിക്കും. ഈ രണ്ട് കാരണമാണ് നമ്മുടെ മക്കളെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ കാരണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കള് ശ്രദ്ധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയറല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കള് ഇങ്ങനെ വഴിതെറ്റി പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വഴിതെറ്റി പോകാനുള്ള കാരണം വീട്ടിലെ സാഹചര്യം വളരെ വലിയൊരു പോയിന്റ് ആണ്. പിന്നെ കൂട്ടുകെട്ട്. ഇനി പറയാം, ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. അത് വലിയൊരു പോയിന്റ് ആട്ടോ. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയ പോയിന്റ് ആണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്ന അതൊന്ന് പറഞ്ഞോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു വലിയൊരു സൈക്കോളജിക്കൽ ഒരു ടെസ്റ്റ് ഉണ്ട്, മാർഷ്മെലോ ടെസ്റ്റ് എന്ന് പറയും. അതിന്റെ വീഡിയോ എന്തെങ്കിലും ഞാൻ അത് സംഭവം എന്താണെന്ന് പറയാം. ഈ മാർഷ്മെലോ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 4-5 വയസ്സിലുള്ള കുട്ടികളെ മാർഷ്മെലോ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? ആ മക്കൾക്കൊക്കെ അറിയാം. ഒരു നമ്മുടെ ബോംബെ മിഠായി പോലത്തെ സാധനമാണ്. ഈ മക്കൾക്ക് 4-5 വയസ്സുള്ള മക്കൾക്ക് ഒരു അസൈൻമെന്റ് കൊടുക്കുകയാണ്. ഒരു മാർഷ്മെലോ ആ കുട്ടിയുടെ നേരെ മുമ്പിൽ പ്ലേറ്റിൽ കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ കുറെ കുട്ടികൾക്ക് ഈ മാർഷ്മെലോ കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടികളോട് പറയുകയാണ്, ടീച്ചർ പറയാണ്, ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ ഈ മാർഷ്മെലോ നിങ്ങൾ കഴിക്കരുത്, വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സമ്മാനം ഉണ്ടാകും എന്ന് പറയുകയാണ്. അപ്പോ ഈ മക്കളെല്ലാം എന്താണ്, ടീച്ചർ പോകുന്നു, അതിന്റെ വീഡിയോ ആണ്. മക്കൾ ഓരോരുത്തരും മാർഷ്മെലോ എടുത്തു നോക്കുന്നു, ചുണ്ടോട് അടുപ്പിക്കുന്നു. അപ്പോഴേക്കും ടീച്ചർ പറഞ്ഞത് ഓർമ്മ വരികയാണ്, ഞാൻ തൊടാതിരുന്നു കഴിഞ്ഞാൽ ടീച്ചർ എനിക്ക് ഒരു മാർഷ്മെലോ കൂടി തരും. അങ്ങനെ അവരുടെ ചില പരാക്രമങ്ങളൊക്കെ, ഈ മാർഷ്മെലോയോടുള്ള പരാക്രമങ്ങളൊക്കെയാണ് വീഡിയോ കാണിക്കുന്നത്. കുറെ കഴിഞ്ഞ് ചിലരൊക്കെ അവസാനം തുമ്പ് കടിക്കുന്നു, കടിച്ചു നോക്കുന്നു, ചിലര് മുഴുവൻ കഴിക്കുന്നു. ടീച്ചർ തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾ മാത്രം ആ മാർഷ്മെലോ വളരെ ഇറിറ്റേഷനോടുകൂടിയാണെങ്കിൽ പോലും ആ മാർഷ്മെലോ തൊടാതെ അവൻ അവിടെ സൂക്ഷിച്ചു. ടീച്ചർ അവന് ഒരു മാർഷ്മെലോ കൂടി കൊടുത്തു. അവന് വലിയ സന്തോഷം. ഇപ്പൊ ഞാൻ പറയുന്നു, നമ്മുടെ മക്കളൊക്കെ ചില സന്തോഷങ്ങൾക്കൊക്കെ ചില നിയമവ്യവസ്ഥകളും ചില പ്രായത്തിന്റെ വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കുന്നതിന് മുമ്പേ തന്നെ ആ സന്തോഷം പാലിക്കാൻ വേണ്ടിയിട്ട്, ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളൊക്കെ പരാക്രമപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറുപ്പത്തിലെ ഈ മാർഷ്മെലോ എന്ന ആ ഒരു മനഃശാസ്ത്ര തത്വം പറഞ്ഞതുപോലെ ആവശ്യപ്പെടുന്നത് എന്തും അപ്പോൾ തന്നെ കൊടുത്ത് ശീലിക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ തുറന്നു പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. ചിലതൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ അപ്പോൾ തന്നെ പ്രവൃത്തിയിൽ എത്തിക്കണം, സാധിച്ചു കിട്ടണം എന്നുള്ള ചിന്താഗതി നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിലെ തന്നെ ഉണ്ടായി വരാനുള്ള കാരണം, ചെറുപ്പത്തിലെ അവർ ആവശ്യപ്പെടുന്നത് എന്തോ നമ്മൾ അപ്പോൾ തന്നെ കൊടുത്ത് ശീലിക്കുന്നത്. ചിലതൊക്കെ ഡിലേ വരുത്തുക. ഈ ഡിലേ ടാക്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നതിന് വലിയൊരു തത്വമാണ് ഡിലേ ടാക്ടിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ഐസ്ക്രീം ചോദിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ഐസ്ക്രീം കൊടുക്കാതെ ആ ഒരല്പം ഡിലേ വരുത്തുക, കുറഞ്ഞ ഡിലേ വരുത്തുക. അതായത് അവനെ കുറച്ച് സമയം കൂടി നീട്ടിക്കൊണ്ടുപോകാൻ, അവന്റെ ആഗ്രഹം സാധിച്ചെടുക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ ഡിലേ ചെയ്യിച്ച് ആ കാര്യം സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ചില കാര്യത്തിലൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ രൂപത്തില് ഓൺ ദ സ്പോട്ടിൽ തന്നെ സന്തോഷം അനുഭവിക്കണം എന്നുള്ള ആ സമ്മർദ്ദം അവരിൽ നിന്നുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞ രണ്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ മയക്കുമരുന്നൊക്കെ ആയിട്ട് പിടിക്കുന്ന കുട്ടികളെ 25 വയസ്സിൽ താഴെയുള്ളവരെ ഞങ്ങൾ കൗൺസിലിംഗ് വിധേയമാക്കും. കൗൺസിലിംഗ് വിധേയമാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചിലപ്പോൾ ഫസ്റ്റ് ഒഫൻഡർ ഉണ്ടാവും, ആദ്യമായിട്ട് തെറ്റ് പറ്റിയവരുണ്ടാവും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങള്
അവർ ട്രീറ്റ്മെന്റിന് വിട്ടിട്ട് അവർ നല്ല നടപ്പാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ കേസ് ഫൈന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടി നല്ല നടപ്പാവുക എന്നുള്ളതാണ്, കറക്ഷനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ. അപ്പൊ അങ്ങനെ കൗൺസിലിംഗുകൾക്ക് വിധേയമാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ബഹുഭൂരിപക്ഷം വീടുകളുടെ അവസ്ഥ മോശമാണ്. ശിഥിലമായ ഫാമിലി സെറ്റപ്പിൽ നിന്നുള്ള കുട്ടികളാണ്. എക്സെപ്ഷണൽ കേസ് ഉണ്ട്, ഇല്ല എന്നല്ല. എന്നിരുന്നാലും പ്രലോഭനം നമ്മുടെ എല്ലാ മക്കൾക്കും ഉണ്ട്. എല്ലാ മക്കളും പ്രലോഭനത്തിലാണ്. അതായത് നമ്മുടെ വീടിൽ നിന്നും വിദ്യാലയത്തിന്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ എല്ലാ കുട്ടികളും പ്രലോഭനത്തിലാണ്. വലിയ പ്രലോഭന ശക്തികള് അവർ ആഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീട്ടിലെ അന്തരീക്ഷം മോശമായിട്ടുള്ള അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഇതുണ്ടോ? ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പ്രലോഭനങ്ങള് ധാരാളം നമ്മുടെ മക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന്, അതായത് ഞാൻ പറയുന്നു, നിസ്സാരമായ ഒരു കാര്യം തന്നെ പറയാം. നമ്മുടെ മക്കൾക്ക് പഠനത്തിൽ തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കളെല്ലാം നമ്മുടെ കുടുംബനാഥയും ഇന്നത്തെ അന്തരീക്ഷത്തിൽ എന്താ ചെയ്യുന്നത്? വഴക്ക് കൂടുതൽ അന്തരീക്ഷം ഉണ്ടോ? ചെറിയ രൂപത്തിലൊക്കെ പിണക്കം ഉണ്ടാകുന്നില്ലേ? പിണക്കം ഇല്ലാത്ത വീട് എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ആർക്കോ ചെവിയുടെ പ്രശ്നമൊക്കെ ഇരിക്കും. ചെവിക്ക് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഒരു പിണക്കം ഇല്ലാതിരിക്കുന്നത്. പിണക്കം ഇല്ലെന്നാ പറയുന്നത്? ഉണ്ടോ? ഒന്ന് തുറന്ന് പറ. ഉണ്ട്. പിണക്കം ഉണ്ടാവണം. ആ പിണക്കം കഴിഞ്ഞിട്ടുള്ള ചേർച്ചയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മനഃശാസ്ത്രത്തിൽ പറയുന്നത് ഏതൊരു പിണക്കവും പിറ്റേന്ന് നേരം എടുക്കാൻ പാടില്ല, ഒന്നും ഉറങ്ങാൻ പാടില്ല എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. പിണക്കത്തിന് പറയുന്നത്, മനഃശാസ്ത്രം പറയുന്നത് പിണക്കം ഉറങ്ങരുതെന്നാണ് പറയുന്നത്. പിറ്റേന്ന് രാവിലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിണക്കം അത് മേക്കപ്പ് ചെയ്യാൻ പാടാന്ന് പറയുന്നത്, പഴയ അവസ്ഥയിൽ എത്താൻ പാടാണ്. പിന്നെ ഓരോ ദിവസം ഒന്നോടെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ ആ ഈഗോ അങ്ങ് വർക്ക് ചെയ്തുകൊണ്ട് വലിയ വിഷയത്തിലേക്ക് എത്തും. നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ ഒരു ചിലപ്പോൾ ഒരാഴ്ച ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാതെ നടന്ന വിഷയത്തിന്റെ മൂലകാരണം എന്തായിരിക്കും മൂലകാരണം? വലിയ ഗൗരവമുള്ള വിഷയമായിരിക്കുമോ? ചെറിയ പ്രശ്നങ്ങളായിരിക്കും അല്ലേ? പക്ഷെ അവിടെ നമ്മുടെ ഈഗോ വർക്ക് ചെയ്തു, അതിനെ വലുതാക്കി ഒരു പർവ്വതമാക്കി നമ്മൾ കൊണ്ടുപോയി. അങ്ങനെ ആ അവസ്ഥ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ പോലും ഈ ഒരാഴ്ച മിണ്ടാതെ നടന്നപ്പോഴും നമ്മൾ നല്ല നാടക നടന്മാരായിരുന്നു, നാടക നടിമാരുമായിരുന്നു അല്ലേ? എവിടെ നാടക നടനായി, നാടക നടിയായി? പുറത്ത് മക്കളെടുത്തല്ല, മക്കളെ പഠിക്കാനൊന്നും നമുക്ക് മടിയില്ല. പുറത്ത് വീട്ടിന്റെ വരാന്തയിൽ നിന്നും പുറത്തേക്ക് സർക്കാർ ഓഫീസിലേക്കും പ്രൈവറ്റ് ഓഫീസിലേക്കും ഏത് പണിക്ക് പോകുമ്പോഴും ബിസിനസിന് കടയിലേക്കൊക്കെ പോകുമ്പോഴും നല്ല അഭിനയമാണ്. നമ്മൾ നല്ല ചേർച്ചയിൽ നമ്മൾ ഒന്നിച്ച് അടുത്തടുത്തൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീണ്ടും പഴയ പിണക്കോടെ കിടക്കുകയാണ്. ഇതെല്ലാം ആരും ഒപ്പിയെടുക്കുന്നതെന്ന് അറിയോ? മക്കൾ ഒപ്പിയെടുക്കും. ലോകം കണ്ട ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളാണ്. മക്കളെടുക്കുന്ന ഓരോ ചിത്രങ്ങളും അവരുടെ ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കുക. കാലത്തിന് മാച്ചു കളയാൻ പറ്റാത്ത വിധമുള്ള പിക്ചറുകളാണ് നമ്മുടെ മക്കള് സൂക്ഷിച്ചു വെക്കുന്നത്. ഈ ഇന്ന് കാണുന്ന ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോ പോലും ഫെയിലായി പോകും. പക്ഷെ ഇത് നഷ്ടപ്പെട്ടു പോകില്ല. ഈ ചിത്രങ്ങളുമായിട്ട് ഇപ്പം അച്ഛനും അമ്മയും മിണ്ടുന്നില്ല, 2 മുറികളിൽ ഉറങ്ങുന്ന ദിവസങ്ങളായിട്ട് ഈ ഒരു മനോഗതി നമ്മുടെ മക്കൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകും. ഈ നെഗറ്റീവ് ഊർജവുമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടിക്ക് പഠനം ഭാരമായിരിക്കും എന്ന് പറയുന്നത്. പഠനം ഭാരമായിരിക്കും. ആ കുട്ടിക്ക് മറ്റു കുട്ടികൾ പഠിച്ചെത്തുന്നത് പോലെ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലിരിക്കുന്ന കുട്ടിക്ക് ഏതെങ്കിലും ഒരു പ്രലോഭന ശക്തി വന്ന് വിളിച്ചാൽ വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ ഞാനത് ഒരൊറ്റ സംഭവം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പഴുതടയ്ക്കാവുന്ന ഒരു വഴിയാണ് പറഞ്ഞത്. നമ്മുടെ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ഒരു പഴുതാണ് പറഞ്ഞത്, നമ്മുടെ വീട് ഇൻടാക്ട് ആക്കുക. വീടിന് ഏറ്റവും ഊഷ്മളമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. വെറും 90% വീടുകളിലെ പിണക്കത്തിന് കാരണം ഈ പറഞ്ഞ രൂപത്തിലുള്ള എന്താണ് അനാവശ്യമായ കാരണങ്ങളാണ്, യഥാർത്ഥ കാരണങ്ങളല്ല. ഇനി മറ്റൊന്ന് പറയാം, വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നത്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം, ആദ്യത്തെ ലഹരി ഉപയോഗം നമ്മുടെ മക്കൾ തുടങ്ങുന്നത് അവന്റെ ആരിൽ നിന്നാണ്. മതം ഇന്ന് ആയിക്കൊള്ളുന്നില്ല. കൂട്ടുകാരാണ്. ലോകത്തിലെ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോക ചരിത്രത്തിൽ പോലും ഇന്നേ വരെ അവൻ അറിയാത്തവരിൽ നിന്ന് ഒരു ലഹരി മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബോധ മനസ്സിലായിരിക്കില്ല, അവന്റെ ബോധം നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും. ബോധ മനസ്സിൽ അവൻ സംഭവം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ അടുത്ത് മേടിച്ച് കഴിച്ചിട്ടുണ്ടാവുക? കൂട്ടുകാരുടെ സമ്മർദ്ദം. അപ്പൊ ഞാൻ പറയുന്നത് അത് നമുക്ക് അടയ്ക്കാവുന്ന മറ്റൊരു വെള്ള, നമ്മുടെ മക്കളെ കൂട്ടുകാരെ അറിഞ്ഞേ പറ്റൂ. അറിയാൻ ശ്രമിക്കണം. അവന്റെ വീട് എവിടെ, അവന്റെ അച്ഛനാര്, അമ്മയാര്, അവനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അവന്റെ വീട് നമ്മൾ സന്ദർശിക്കണം, നമ്മുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കണം. പക്ഷെ അവിടെയും ആ ഒരു പഴുതടിക്കുമ്പോഴും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, വളരെ ഗൗരവമാണ്. ഞങ്ങൾ ഇന്ന് വളരെ വിഷമത്തോടുകൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ ഈ അതായത് ഞാൻ പറഞ്ഞു, കൂട്ടുകാരൻ വഴിയാണ് ആദ്യത്തെ ലഹരി നമ്മുടെ മക്കൾക്ക് കിട്ടുന്നതെങ്കിൽ കൂട്ടുകാരൻ പറഞ്ഞിട്ടും നോ പറയുന്ന മക്കൾക്ക് മുമ്പ് ലഹരി കിട്ടില്ലായിരുന്നു. നോ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മുമ്പുണ്ടായിരുന്ന പല ലഹരി പദാർത്ഥങ്ങളും അവന്റെ സമ്മർദ്ദത്തിലാക്കി അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റുന്നു. അവൻ സമ്മതം കൊടുത്താൽ മാത്രമേ അവന്റെ ശരീരത്തിൽ ലഹരി പദാർത്ഥം എത്തുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ വളരെ വിഷമത്തോടുകൂടി 16-17 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പെട്ടുപോയ ചില കഥകൾ ഞങ്ങൾ അറിയുന്നത് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടികളുടെ അറിവില്ലായ്മ, അവർ അറിയാതെയാണ് ലഹരി പദാർത്ഥം എത്തിപ്പെട്ടത്. എന്ന് വെച്ചാൽ ഇന്നുള്ള ചില സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ വളരെ മൈന്യൂട്ട്, നമ്മുടെ നഖത്തിനകത്ത് ഒളിപ്പിക്കാവുന്ന അവസ്ഥയിലുള്ള മൈന്യൂട്ട് ഡ്രഗ് ഒക്കെ നമ്മുടെ മക്കളെ പ്രലോഭിപ്പിച്ച് വീഴ്ത്താൻ ആരെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് എല്ലാവരുമായിട്ടും ലൈസൻസിലും ഫ്രണ്ട്ഷിപ്പിലും ആവുകയാണ്. ഒരു പാനീയത്തില് വളരെ നിസ്സാരമായത്, ആർക്കും സംശയിക്കാൻ പറ്റാത്ത അളവിൽ ചേർത്താൽ പോലും നമ്മുടെ മക്കളുടെ ബോധമണ്ഡലം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അത്രയും വലിയ ചൂഷണത്തിനാണ് നമ്മുടെ മക്കൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു അപകടം പിടിച്ചൊരു അവസ്ഥ ഇന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഈ കുറഞ്ഞ കാലഘട്ടം മുതൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ വരവോടുകൂടി ഇങ്ങനെ വലിയൊരു അപകടം നമ്മുടെ മക്കളുടെ മുമ്പിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾ പോലും വേണ്ട നോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ പറഞ്ഞ രൂപത്തിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾക്ക് വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ പോലും നമ്മുടെ മക്കളോട് ഈ പറഞ്ഞ ഭക്ഷണ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പാനീയങ്ങളൊക്കെ ആണെങ്കിലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ കരുതൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. ഒന്ന് ഫാമിലി, മറ്റൊന്ന് ഈ പറഞ്ഞ പിയർ ഗ്രൂപ്പ്, സുഹൃത്തുക്കളുടെ ബന്ധം. ഇനി മൂന്നാമത് കൂടിയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം, നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കുക, എല്ലാവരും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? മൂന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല, മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണാണ് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, സംശയം വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മൊബൈൽ ഫോൺ നോക്കി, നമ്മളാ നോക്കിയ സാധനം നമുക്ക് വായിച്ചു കളയാൻ പറ്റുമോ? നമ്മൾ സെർച്ച് ചെയ്ത കാര്യം നമുക്ക് വായിച്ചു കളയാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചത്. അവിടെ മക്കൾ പറയുന്നുണ്ട്, മുതിർന്നവരോട് ചോദിച്ച്, നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ വായിച്ചു കളയാറുണ്ടോ? അതല്ല ചോദിച്ചത്, നിങ്ങൾ കളയാറുണ്ടോ എന്ന് ചോദിച്ച്. ഇവിടെ ഇരിക്കുന്ന ബേക്കിലിരിക്കുന്ന ചേച്ചിമാരോടൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടതിന് ശേഷം ചേട്ടന്മാരോട് ചോദിക്കുക, നിങ്ങൾ എന്തെങ്കിലും കണ്ടതിന് ശേഷം അത് വായിച്ചു കളയാറുണ്ടോ? ഇല്ല. അതങ്ങനെ വെച്ചേക്കും, സത്യാവതല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് വെച്ചാലും നമ്മുടെ മക്കൾ അതൊക്കെ നമ്മൾ ഏതാണ് ഇത്ര മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തു എന്ന് അവര് കണ്ടുപിടിക്കും, ഇല്ലേ മോനെ? അതേസമയം ഞാൻ ചോദിക്കട്ടെ, ആ മക്കളിൽ ആരെങ്കിലും സെർച്ച് ചെയ്തത് എന്താണെന്ന് അവർ ഡിലീറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ കഴിവുള്ളവർ എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്? ഒരാളുണ്ട്. പറ്റൂല. ഞാൻ പറഞ്ഞത് അത്രയും കഴിവുള്ളവരുണ്ടോ ഇവിടെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാ അവര് മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുക? നമ്മൾ ഹെൽപ്ലെസ് ആണ് 100%. ഈ ചതുരപ്പെട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മുടെ മക്കൾ അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതില് നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത, രണ്ട് കൈയെ കെട്ടിയും വെച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ മക്കളെ എങ്ങനെ മാതൃകയാക്കാൻ പറ്റും? എന്തായാലും ആ സാധനം നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവര് സെർച്ച് ചെയ്യുന്ന കാണിച്ചാല് 10:30 മാക്സിമം പോയാൽ നമ്മൾ എത്ര സമയത്തിനുള്ളിൽ ഉറങ്ങും? നമ്മൾ എപ്പോ ഉറങ്ങുന്നത്?
10-15 മണിക്ക് കൂടി നമ്മൾ ഉറങ്ങും. നമ്മുടെ മക്കൾക്ക് എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് അറിയോ? മക്കൾ എത്ര സമയം ഉറങ്ങുന്ന ഇരിക്കുന്നുണ്ട്? പഠനമായിട്ടാണെങ്കിൽ പോലും എത്ര സമയം ഇരിക്കുന്നുണ്ട്? 1 മണി 2 മണിക്കൊക്കെ ഇരിക്കും. ആ സമയങ്ങളിലൊക്കെ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടോ? മൊബൈൽ ഫോണിൽ എന്തെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നുണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഡിലേ ടാക്ടിക്സ് എന്നാണ് പറഞ്ഞത്. ഈ മൊബൈൽ ഫോണിലൂടെയൊക്കെ നല്ല ക്യാരക്ടർ അടിസ്ഥാന ശില ഇട്ട് പോന്ന് വളർന്നു വന്ന കൊച്ചാണെങ്കിൽ ഏത് ഇരുട്ടത്താണെങ്കിലും ഏത് അസമയത്താണെങ്കിലും ഏത് മാതാപിതാക്കൾ അടുത്തില്ല, എത്ര ദൂരത്തായിരുന്നാലും തെറ്റായ വഴിയെ പോകത്തില്ല. പക്ഷേ എന്താണ് ഈ ഡിലേ ടാക്ടിക്സ് ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും സന്തോഷം കൂട്ടുകാരുടെ സമ്മർദ്ദത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നത് പിന്നീടാകാം എന്നൊരു ബോധമെങ്കിലും ആ കുഞ്ഞിനുണ്ടാകും. പക്ഷേ ഇതൊന്നും വളർത്തി കൊടുക്കാതെ ആ ക്യാരക്ടർ ഒന്നും ഫോം ചെയ്യിക്കാതെ നമ്മുടെ മക്കളെ നമ്മൾ ഈ 10 മണിക്ക് ശേഷമുള്ള 2 മണി വരെയൊക്കെ വെറുതെ മൊബൈൽ ഫോണും കൊടുത്തിട്ടിരിക്കുകയാണ്. അവൻ എന്തൊക്കെ സെർച്ച് ചെയ്തു എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ, നല്ല വഴി കാണിക്കുന്ന ആ സാധനം ജീവിത വഴി തെറ്റിക്കും. ഒത്തിരി പേരെ വഴി തെറ്റിച്ചിട്ടുണ്ട്. ഈ സാധനം കൊണ്ട് എത്രയോ പേര് നമ്മുടെ കോഴിക്കോട് എന്താ പറയുക, കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ അറിയാം, അവിടെ ഒരു ഇതിന്റെ പ്രഗ്നൻസിയുടെ ഒക്കെ ടെർമിനേഷൻ വാർഡിലൊക്കെ തലയിലൊക്കെ മുണ്ടിട്ട് മറ്റുള്ളവരെ പരിചയക്കാരോ നാട്ടുകാരോ എപ്പോ വരുമോ അവരെ പേടിച്ചിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുള്ള ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ കാര്യം നമ്മൾ ആദ്യം മാതൃകയാവണം. മാതൃകയാണ് നമ്മൾ, അല്ലാതെ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ മാതൃകയല്ല, എന്നിട്ട് നമ്മുടെ മക്കളെ നമ്മൾ മാതൃകയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഈ 3 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി ഇന്റാക്ട് ആക്കാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ പിയർ ഗ്രൂപ്പ് കൂട്ടുകാരെ അറിയാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ഈ പറഞ്ഞ മൊബൈൽ ഫോണിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനത്തിലേക്ക് പോവാം. എന്തായാലും ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കൾ പെട്ടുപോകും. സമയത്ത് 50 നമ്മുടെ മക്കളൊക്കെ ചിലപ്പോ പെട്ടുപോകും. എന്തെങ്കിലും ഒരു അബദ്ധത്താൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ കേട്ട വാർത്തകളൊക്കെ ഇല്ലേ, ഇന്ന് ഈ പറഞ്ഞ സ്വയം ജീവൻ കളഞ്ഞതും ഒത്തിരി പേരുടെ ജീവൻ കളഞ്ഞ നമ്മൾ കേട്ട വാർത്തകൾ, ആ നെഗറ്റീവ് വാർത്തകളുടെ ഒക്കെ അതിന്റെ ഒക്കെ ആഴങ്ങളിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊന്നും ഒരു ഓൺ ദ സ്പോട്ടിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്താലോ അല്ലെങ്കിൽ ഈ അടുത്തുള്ള ഒരു ആ കുട്ടി തെറ്റായ വഴിയെ പോയതുകൊണ്ടല്ല. കുറച്ച് കാലങ്ങളായി ഈ മക്കൾ തെറ്റായ വഴിയിലായിരുന്നു. അപ്പൊ അവരെയൊക്കെ കറക്റ്റ് ചെയ്യാമായിരുന്ന സമയം ഉണ്ടായിരുന്നു, നല്ല വഴിക്ക് ആക്കാമായിരുന്ന സമയം ഉണ്ടായിരുന്നു. ചെറിയൊരു, അതായത് നമ്മുടെ മക്കളെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് തന്നെയാണ് അവരുടെ ഏത് മാറ്റവും. പക്ഷെ ആ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി കണ്ട് ആ മാറ്റം കൊടുക്കേണ്ട സമയത്ത്, അവർക്ക് വേണ്ട കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ആ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കാത്തതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇന്ന് കേട്ട നെഗറ്റീവ് വാർത്തകളൊക്കെ. ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൗൺസിലിംഗിന് ഇവിടെ ഇരിക്കുന്നവരുന്ന് കൗൺസിലിംഗിന് പോയിരുന്നവർക്ക്, കൗൺസിലിംഗിന് പോയവര് ഇവിടെ കുറെ ചേട്ടന്മാർ കൂടുതലുണ്ട്, ചേച്ചിമാരുണ്ട്. കൗൺസിലിംഗിന് പോയവരെന്ന് കൈവക്ക്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കൈവക്കും. അച്ഛൻ പോയിട്ട് അച്ഛാ പോയിട്ടുണ്ട്. ഞാനുണ്ട്, അവിടെ ചേച്ചി, ഞങ്ങൾ 3 ആളേ ഉള്ളൂ കേട്ടോ. വേറെ ആരും കൗൺസിലിംഗ് പോയിട്ടില്ല? ഇല്ല. ഈ ഇവര് മക്കൾ ഉദ്ദേശിച്ച കൗൺസിലിംഗ് നമ്മുടെ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നില്ലേ, അതൊരു കൗൺസിലിംഗ് തന്നെ. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഒരു മെന്റൽ റിഫ്രഷ്മെന്റ് എന്നുള്ള കൗൺസിലിംഗ്. കുറെ പേരൊക്കെ പോയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്താണ്, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു സ്റ്റിഗ്മ നമുക്കുണ്ട്. കൗൺസിലിംഗിന് പോയാൽ അവനെ ആരായിട്ട് ചിത്രീകരിച്ച് കളയും? മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ച് കളയും, അല്ലേ? ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൗൺസിലിംഗിന് പോവുക. കൗൺസിലിംഗിന് പോയാൽ നിങ്ങളുടെ നോട്ടം, വാക്ക്, പ്രവൃത്തി, ചിന്ത എല്ലാം ഫ്രഷായി മാറും, പോസിറ്റീവ്. ഒരു പടി മുകളിലേക്ക് കയറും, 1-2 പടി മുകളിലേക്ക് കയറും. കൗൺസിലിംഗ് നമുക്ക് അത്യാവശ്യമാണോ? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ അത് എത്ര പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നു, അതുപോലെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നതിനുള്ള സ്റ്റിഗ്മ നമ്മൾ പറയണം. അത് തെറ്റിദ്ധാരണയായി. ഞാൻ കോട്ടയത്ത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആയ സമയത്ത് ഞങ്ങൾ മാനസികാരോഗ്യത്തിന്റെ സംബന്ധിച്ചുകൊണ്ട് ഒരു ശില്പശാല വെച്ചു. അങ്ങനെ അവിടുത്തെ ഡോക്ടർ കേട്ട് ആയുർവേദത്തിലെ MD ആയിരുന്നു, അത് മനഃശാസ്ത്രത്തിൽ MD ആയിരുന്നു. ആ ഡോക്ടറൊക്കെ ആയിട്ട് നല്ല അടുപ്പം വന്നു. അങ്ങനെ ഒരു ദിവസം ആ ഹോസ്പിറ്റലിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രി.
ഞാൻ ആ കോട്ടയത്ത് ആശുപത്രിയിൽ ചെന്ന സമയത്ത് ഞാൻ നോക്കിയ സമയത്ത് ഈ ഡോക്ടർ ക്വാളിഫിക്കേഷൻ എഴുതി വെച്ചെടുത്ത് അദ്ദേഹം MD സൈക്കാട്രി എന്നുള്ളത് മറച്ചു വെച്ചിരിക്കുക. സൈക്കാട്രി എന്ന ഭാഗം മറച്ചു വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതൊക്കെ കഴിഞ്ഞ ശേഷം ചോദിച്ചു, സാറ് ഇതൊരു സൈക്കാട്രി വിങ് ഉള്ള ഹോസ്പിറ്റൽ അല്ല, ഇതൊരു ജനറൽ ഹോസ്പിറ്റൽ മാത്രമാണ്, ഇവിടെ സൈക്കാട്രി വിങ് ഇല്ല. പക്ഷെ എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തു, സൈക്കാട്രി MD ഉള്ള എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഇവിടെ വരുന്ന ഒരു രോഗിയും എന്നെ കാണാൻ വരില്ല. ചീട്ടെടുക്കുമ്പോ എന്റെ പേര് ഒഴിവാക്കി എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള മറ്റു ഡോക്ടർമാരെല്ലാം സഫർ ചെയ്യേണ്ടി വരും. എന്നെ കൊണ്ട് അവർ സഫർ ചെയ്യാണ്. അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ എന്റെ ബോർഡ് സൈക്കാട്രി എന്ന പോർഷൻ അങ്ങോട്ട് മാറ്റി തന്നു. അതിനുശേഷം എന്നെ കാണാൻ രോഗികള് വരാൻ തുടങ്ങി. അതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളിലുള്ള ചെറിയ മാറ്റം, ഏറ്റവും നേരിയ വ്യത്യാസം പോലും നമ്മൾ കണ്ടെത്തി അത് എത്രയും പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് അവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ കൗൺസിലിംഗിന് വിധേയമാക്കുക. ഇനി എന്താ പറയാ, കിടത്തി ചികിത്സയാണെങ്കിൽ നമ്മുടെ ആ സ്റ്റിഗ്മ അത് വലിയ പർവ്വതമാക്കി വളർത്തി നമ്മുടെ മക്കൾ മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷമൊക്കെ കളയുന്ന അവസ്ഥയിലേക്ക് വളരാൻ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് ആ മക്കളെ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞങ്ങളുടെ തന്നെ എക്സൈസിന്റെ കീഴിൽ ആരോഗ്യ വകുപ്പിനെ സംയോജിച്ചുകൊണ്ട് മാനന്തവാടി ജില്ലാ ആശുപത്രിയില് ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. എന്ത് ദിവസം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50ഓളം ആളുകൾക്ക് അത്രയും OP ഈ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇപ്പൊ അവിടെ വന്നു തുടങ്ങി. ഞങ്ങൾ ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ധൈര്യപൂർവ്വം വരാൻ തുടങ്ങി. അതുപോലെ IP ട്രീറ്റ്മെന്റും അവിടെ ഉണ്ട്. അവിടെയൊക്കെ വരുന്നവരും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്നത് ബഹുഭൂരിപക്ഷവും 5, 6, 7 ക്ലാസ്സുകളൊക്കെ ഉള്ളവർ, 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ ഉള്ള മക്കളുമായിട്ടാണ് രക്ഷിതാക്കൾ അവിടെ വരുന്നത്. അപ്പോ അവരെ അവിടേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങൾ അത്രയും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് പലപ്പോഴും ഞങ്ങളുടെ ഓഫീസിൽ ഏറ്റവും കുറഞ്ഞത് ഒരു രക്ഷിതാവ് അച്ഛനും അമ്മയും തന്റെ മകളെയും കൂട്ടിയിട്ട് ഓഫീസിൽ വരാറുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവിടെയൊക്കെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല 5, 6, 7 ഒക്കെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട മക്കളായി മാറിയിരിക്കുകയാണ് ഈ ക്ലാസ്സിൽ. കാണിച്ചാൽ ഇപ്പോൾ അവരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ കതിരിൽ വളമിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്നത്. കോളേജ് ലെവലിലുള്ള കുട്ടികളൊക്കെ ഒരു പരിധിവരെ അവരൊക്കെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അവരൊരു അപ്പർ പ്രൈമറിയിലോ ഹൈസ്കൂളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതിന്റെ ഫർദർ ഡെവലപ്മെന്റ് മാത്രമായിരിക്കും. അപ്പൊ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ അപ്പർ പ്രൈമറിയിലൊക്കെ വേണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നിർണായക പങ്കുണ്ട്. മാതാപിതാക്കളുടെ ക്യാരക്ടർ വളരെ നല്ലതായിരിക്കണം. നമ്മൾ ടാങ്കാണ്, മക്കൾ ടാപ്പാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ടാങ്കിലുള്ളതേ ടാപ്പിലൂടെ വരത്തുള്ളൂ. ടാങ്കിൽ നല്ലത് നിറച്ചു വെക്കാതെ ടാപ്പിൽ നല്ലത് പ്രതീക്ഷിക്കരുത്. നമ്മളത് നല്ല സ്വഭാവം എപ്പോൾ തുടങ്ങണം, കുറെയൊക്കെ കഴിഞ്ഞു പോയല്ലോ തന്നെ ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞു. ഇനിയും നമുക്ക് കൊച്ചുമക്കളെയൊക്കെ വളർത്താനുണ്ട്. ആ മക്കളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് മാതൃകയാകാനുണ്ട്. എപ്പോ തുടങ്ങണം നമ്മള് നല്ല സ്വഭാവം, നമ്മുടെ മക്കളുടെ ഭാവിയെ കരുതി നമ്മൾ എപ്പോ തുടങ്ങണം? എപ്പോ തുടങ്ങണം നമ്മള്? അച്ഛാ ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ് അച്ഛൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതല്ല, ഒരു കുഞ്ഞിന്റെ ഭാവിയെ കരുതി ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ക്യാരക്ടറോട് കൂടി വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നമ്മൾ എപ്പോ തുടങ്ങണം? ചെറുപ്പത്തിലേ തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നാലും ഒരു സ്പെസിഫിക് ആയിട്ട് പറ, കൃത്യമായിട്ട് പറ. ഒരു 3-ാം ക്ലാസ് LKG കിട്ടുമ്പോ ജനിച്ചത് മുതൽ തുടങ്ങുന്നത്. വ്യത്യസ്ത അഭിപ്രായം വരുന്നുണ്ട്. ഇവര് പറഞ്ഞു ജനിച്ചപ്പോ എന്ന് പറഞ്ഞു, ഗർഭാവസ്ഥ എന്ന് പറയുന്നുണ്ട്. ഏതാ ശരി? അതിന് നമുക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഒരു തെളിവുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു കാര്യമുണ്ട് അല്ലേ? നമ്മുടെ ഇത് നമുക്ക് മാർച്ച് 25 വരികയാണ്, വചനിപ്പ് പെരുന്നാൾ വരികയാണ്. മാതാവിനോട്, കന്യകമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ ദൂത് കൊടുക്കുകയാണ്. ആ ദൂത് കേട്ട് ആ സമയത്ത് ആ ദൂതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ, നിന്റെ ചാർച്ചക്കാരി എലിശബ പുണ്യവതി എത്ര മാസം ഗർഭവതിയാണ്? 6 മാസമായി എന്ന് പറഞ്ഞത്. ആ വീട് സന്ദർശിക്കുന്ന സമയത്ത്, അവിടെ വന്ദനം കൊടുക്കുന്ന സമയത്ത്, എലിശബ പുണ്യവതിക്ക് വന്ദനം കൊടുക്കുന്ന സമയത്ത് ആ എലിശബയുടെ വയറ്റിലുള്ള 6-ാം മാസത്തിലുള്ള കുഞ്ഞെന്താണ്? ഈ വന്ദനം കേട്ടിട്ട് എന്റെ പ്രജ
തുള്ളിച്ചാടിയത്, മഹാസന്തോഷത്തോടെ തുള്ളിച്ചാടിയത് ഈ അമ്മ അറിയുകയാണ്. അപ്പൊ 6 മാസത്തിൽ കുഞ്ഞിന് എന്ത് സംഭവിച്ചു കേട്ടു എന്നാ പറയുന്നത് അല്ലെ. അത് തന്നെയല്ലേ നമ്മുടെ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. അത്രയും കാലഘട്ടങ്ങൾക്ക് അത്രയും മുമ്പേ എഴുതപ്പെട്ട ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് തന്നെയാണ് ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ എന്താണ് പറയുക, ഒരു കതിരിൽ കൊണ്ടുപോയി വളമിടുന്നതിലല്ല പ്രാധാന്യം, മറിച്ച് കുറെ മുതിർന്നവരുണ്ടാകും, മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടാവും, അവര് കുഞ്ഞുമക്കളെ വളർത്തുന്നുണ്ടാകും. ആ മക്കളൊക്കെ നന്നായി വളരാനുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ വീട്ടിൽ മുതിർന്നവർ ശ്രദ്ധിക്കുക. അല്ലാതെ മരുമകളോടുള്ള പിണക്കം കൊണ്ടൊക്കെ ആ വീട്ടിലെ അന്തരീക്ഷം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഭാവിയായിരിക്കും നഷ്ടപ്പെടുക. അതുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഏറ്റവും ആരംഭത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിൽ തന്നെ നല്ല മനസ്സിന്റെ ഉടമകളായി മുമ്പോട്ട് പോകാൻ ഓരോരുത്തർക്കും കഴിയണം. അതിന് നല്ല മാതാപിതാക്കളാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.